+2 മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പ്രോബബിലിറ്റിയിലാകെ 2 സെക്ഷനാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്നത്: കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഈ 2 സെക്ഷനുകളിലും പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോർമുലാസുകളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പ്രോബ്ലംസുകളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷന് വരുന്നത്. ചിലപ്പോൾ ചെറിയ വ്യത്യാസം കാണാം. നമ്മളിവിടെ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/4 എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ അത് എന്തായിട്ടെടുക്കും, 1/8 ആയിട്ടെടുക്കും. അങ്ങനെ ചെറിയൊരു വ്യത്യാസം. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന അതേ മോഡൽ ചോദ്യം തന്നെയാണ് ഉണ്ടായിരിക്കുക. പ്രതീക്ഷിക്കുന്നത് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന അതേ ചോദ്യം തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. നമുക്ക് ആദ്യം എന്തൊക്കെ ഫോർമുലാസുകളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിലേക്കൊന്ന് പോയി നോക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നതിൽ 2 ഫോർമുലയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, അത് വായിക്കുന്നത് എങ്ങനെയാണ്? എ ഗിവൺ ബി എന്ന് പറഞ്ഞാണ് വായിക്കുക. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റിയാണ് മുകളിൽ വരിക. ഗിവൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ആണ്, ഇവിടെ ആണെങ്കിൽ എ എന്ന് പറയുന്ന കാര്യമാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരിക്കും എന്താണ്? ബി എന്ന് പറയുന്ന ഇവന്റ് ഒക്കെയർ ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ ഇവന്റ് കിട്ടാനുള്ള സാധ്യതയാണ്. പി ഓഫ് എ ഗിവൺ ബി ആണെങ്കിലും പി ഓഫ് ബി ഗിവൺ എ ആണെങ്കിലും പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് മുകളിൽ വരുന്നത്. അതായത് ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റിയാണ് മുകളിൽ വരുന്നത്. പിന്നെ ഡിവിഷൻ എന്ന് പറയുന്നവർക്കിലാണ് വ്യത്യാസം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ ബിന്റെ പ്രോബബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെന്നുണ്ടെങ്കിൽ എന്റെ പ്രോബബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കാര്യം നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. Probability of A union B equal to probability of A plus probability of B minus probability of A intersection B. ഇതിൽ probability of A intersection B എന്ന് പറഞ്ഞ ആശയം കാണണമെങ്കിൽ probability of A യും probability of B യും ആഡ് ചെയ്യുക. അതിൽ നിന്നും probability of A union B എന്ന് പറഞ്ഞ കാര്യം മൈനസ് ചെയ്യുക. ഇതിന്റെ തന്നെ മറ്റൊരു കേസാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ടേമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അടുത്തത് probability of A complement intersection B complement. അതായത് നെയ്തർ എ നോർ ബി എന്ന് പറയുന്ന ആശയമാണ്. അതിന്റെ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് നെയ്തർ എ ഓർ ബി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കാണണമെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ആശയം കണ്ടെത്തിയാൽ മതി. പിന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ആകെ ഒരു ഫോർമുല പഠിക്കാനുള്ളൂ. എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ബി എന്ന് പറയുന്ന മറ്റൊരു ഇവന്റുമാണെങ്കിൽ ആ 2 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിക്ക് തുല്യമായിരിക്കണം. ഇത്രയും ഫോർമുലാസ് ആണ് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നത് പി ഓഫ് എ എന്ന് പറയുന്നത് 7/13 ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് 9/13 ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4/13 ആണ്. അങ്ങനെയാണെങ്കിൽ 3 സബ് ക്വസ്റ്റൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാണണം, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കാണണം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണണം. ഓരോ ക്വസ്റ്റൻസുകളായിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സബ് ക്വസ്റ്റൻ നമുക്ക് ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഫോർമുല എന്ന് പറയുന്ന കാര്യം നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഫോർമുല വരുന്നത് എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഗിവൺ കണ്ടീഷൻ ആണ് 4/13 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി, അതും ഗിവൺ കണ്ടീഷൻ തന്നെയാണ് 9/13. 13ഉം 13ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 4/9. രണ്ടാമത്തെ സബ് ക്വസ്റ്റനിൽ കാണാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഫോർമുല എങ്ങനെയാണ് വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4/13 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 7/13. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ 13ഉം 13ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 4/7. മൂന്നാമത്തെ സബ് ക്വസ്റ്റനിലേക്ക് പോകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഫോർമുല എന്താണ്?
probability of A plus probability of B minus probability of A intersection B, which is equal to probability of A എന്ന് പറയുന്നത് 7/13 plus probability of B എന്ന് പറയുന്നത് 9/13 minus probability of A intersection B എന്ന് പറയുന്നത് 4/13. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ മുകളിൽ കാണുന്ന നമ്പറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാനുള്ളത് സബ്ട്രാക്ട് ചെയ്യാം. 7 + 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16, 16 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരിക? 12/13. കോമൺ ആയി നിൽക്കുന്ന ആ ഡിനോമിനേറ്റർ അതുപോലെ നമ്മൾ എഴുതി. മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, 7 + 9 ചെയ്യണം, അത് 16 ആണ് വരിക. -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 12 വരും. അപ്പോൾ ആൻസർ 12/13. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പ്രോബിലിറ്റി ഓഫ് A 0.3 ആണ് തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് B 0.4 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B നമ്മൾ കണ്ടുപിടിക്കണം. ഒരു കണ്ടീഷൻ കൂടി പ്രത്യേകം തന്നിട്ടുണ്ട്. വേർ A ആൻഡ് B ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത് കണ്ടെത്തണം. പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുല എന്താ? probability of A union B equal to probability of A plus probability of B minus probability of A intersection B. probability of A അറിയണം, B ന്റെ പ്രോബിലിറ്റി അറിയണം, A intersection B ന്റെ പ്രോബിലിറ്റി അറിയണം. ഇവിടെ നമുക്ക് ഗിവൺ കണ്ടീഷൻസ് ആയിട്ട് A ന്റെ പ്രോബിലിറ്റി ഉണ്ട്, B ന്റെ പ്രോബിലിറ്റി ഉണ്ട്. പക്ഷേ ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റി തന്നിട്ടില്ല. ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. എയും ബിയും എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? probability of A intersection B എന്ന് പറയുന്നത് probability of A into probability of B ക്ക് തുല്യമാണ്. ഇതെപ്പോൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പ്രോബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? 0.3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B എന്ന് പറയുന്നത് 0.4 വിച്ച് ഇസ് ഈക്വൽ ടു 0.12. ഇപ്പം നമ്മൾക്ക് പ്രോബിലിറ്റി ഓഫ് A അറിയാം, പ്രോബിലിറ്റി ഓഫ് B അറിയാം, പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നതിനെ 0.3 plus 0.4 minus 0.12 which is equal to 0.7 minus 0.12 0.58. ഇനി ഇവിടെ തന്നെ മറ്റ് രണ്ട് ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. പ്രോബബിലിറ്റി ഓഫ് A given B ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ബൈ പ്രോബബിലിറ്റി ഓഫ് B. പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 0.12 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B, ബിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.4 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.3 കിട്ടുന്നു. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് B ഗിവൺ A കണ്ടുപിടിക്കാനാണ്. ഫോർമുല എഴുതുമ്പോൾ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ബൈ പ്രോബിലിറ്റി ഓഫ് A ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B 0.12 ആണ് ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് 0.3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 0.4 കിട്ടും. അപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ആ 3 ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്റെ പ്രോബിലിറ്റി 0.8 ആണ്, ബിന്റെ പ്രോബിലിറ്റി 0.5 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 0.4 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B കാണണം, പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B കാണണം, പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B കാണണം. ഇങ്ങനെ ചോദ്യങ്ങൾ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ഗിവൺ കണ്ടീഷൻ ഇവിടെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണത്? പ്രോബിലിറ്റി ഓഫ് B ഗിവൺ A എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞ ആശയം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആ ഒരു കണ്ടീഷൻ മാത്രം ഒന്ന് എടുക്കുകയാണ്. ഗിവൺ കണ്ടീഷൻ എന്താ? പ്രോബിലിറ്റി ഓഫ് B ഗിവൺ A എന്ന് പറയുന്നത് 0.4 ആണ്. ഫോർമുല പ്രകാരം ഈ പറഞ്ഞ കാര്യത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ബൈ പ്രോബിലിറ്റി ഓഫ് A. ഇത് എന്തിന് തുല്യമെന്ന് അറിയാപ്പോൾ 0.4 ആണെന്നുള്ള കാര്യം അറിയാം. ഇതിൽ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B നമുക്കറിയില്ല, അത് അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് A 0.8 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എന്റെ സ്ഥാനത്ത് 0.8 കൊടുത്തു ഈക്വൽ ടു 0.4. ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? therefore അല്ലെങ്കിൽ ഇംപ്ലൈസ് പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു 0.8 into 0.4 which is equal to 0.32. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ അതിൻ്റെ പ്രോബിലിറ്റി ബിൻ്റെ പ്രോബിലിറ്റി പിന്നെ ഒരു ഗിവൺ കണ്ടീഷൻ തരുമ്പോൾ ആ ഗിവൺ കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഇന്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറയുന്ന കാര്യം ചെയ്യണം. നമുക്കറിയാവുന്ന ഫോർമുല എന്താ? പ്രോബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബിലിറ്റി ഓഫ് B മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B.
ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.8 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.5 മൈനസ് 0.32 which is equal to 1.3 minus 0.32 equal to 0.98. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു ഫോർമുല പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. എ ഇന്റർസെക്ഷനും ബിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.32 ബൈ ബി എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 0.5. ഇത് നമുക്ക് കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ 0.32 ഡിവൈഡ് ബൈ 0.5 എന്ന് പറഞ്ഞ ആശയം അങ്ങനെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്റെ പ്രോബബിലിറ്റി 0.6 ആണ് തന്നിട്ടുണ്ട്, ബിന്റെ പ്രോബബിലിറ്റി 0.7 ആണെന്ന് തന്നിട്ടുണ്ട്, എ യൂണിയൻ ബിന്റെ പ്രോബബിലിറ്റി 0.9 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയും കാണാം, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയും കാണാം. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിലും എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി അറിയണം, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ തന്ന ഡാറ്റകളിൽ എന്റെ പ്രോബബിലിറ്റി ഉണ്ട്, ബിന്റെ പ്രോബബിലിറ്റി ഉണ്ട്, യൂണിയന്റെ പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോർമുല എഴുതി തന്നിട്ടുണ്ട്. ആ ഫോർമുല ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.6 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.7 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 0.9 which is equal to 1.3 minus 0.9 which is equal to 0.4. ഇപ്പോൾ നമുക്ക് ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കാം. ഫോർമുല പറയുന്നത് probability of A intersection B by probability of B which is equal to A intersection B ന്റെ probability 0.4 divided by probability of B എന്ന് പറയുന്നത് 0.7. probability of B given A equal to probability of A intersection B by probability of A. probability of A intersection B എന്ന് പറഞ്ഞാൽ 0.4 divided by probability of A എന്ന് പറയുന്നത് 0.6. ഇതിനൊക്കെ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടുന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എയും ബിയും രണ്ട് ഇവന്റുകളാണ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0.3 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.4 ആണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.1 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞ ആശയമാണ്. പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി കാണുന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളോട് ആലോചിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.1 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടില്ല, പക്ഷേ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്, നമുക്ക് 0.3. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ഇതാണ് നിങ്ങൾക്ക് 0.3 ആണ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും, 1 മൈനസ് 0.3 തുല്യമായിരിക്കും, ഈക്വൽ ടു 0.7. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കിട്ടിക്കഴിഞ്ഞു. ഇത് നമ്മുടെ ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 0.7 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.1 which is equal to 0.6. ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് എയും ബിയും രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. കൂടാതെ അതിന്റെ പ്രോബബിലിറ്റികൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്റെ പ്രോബബിലിറ്റി 1/7 ആണ്, ബിന്റെ പ്രോബബിലിറ്റി 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട് അത് എന്തിനു തുല്യമാണ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിക്ക് തുല്യമാണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/7 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1/5 which is equal to 1/35. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/7 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1/5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/35 which is equal to, ഇവിടെ നമ്മൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5 5 വരും, പ്ലസ് 7 × 1 എന്ന് പറഞ്ഞാൽ 7 വരും, ഡിവൈഡഡ് ബൈ
7 into 5 എന്ന് പറയുന്നത് 35 minus 1 by 35 which is equal to 12 by 35 minus 1 by 35. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ആ ഡിനോമിനേറ്റർ തന്നെ നമ്മൾ നിലനിർത്തുക. 12 minus 1 എന്ന് പറയുന്നത് നേരിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 വരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 11 by 35. ഏഴാമത്തെ ക്വസ്റ്റനിൽ നമുക്ക് എന്റെ പ്രോബബിലിറ്റി 6/11 തന്നിട്ടുണ്ട്, ബിന്റെ പ്രോബബിലിറ്റി 5/11 തന്നിട്ടുണ്ട്, എ യൂണിയൻ ബിന്റെ പ്രോബബിലിറ്റി 7/11 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്താനുള്ളത് എ ഇന്റർസെക്ഷൻ ബിന്റെ പ്രോബബിലിറ്റി കാണണം, എ ഗിവൺ ബിയുടെ പ്രോബബിലിറ്റി കാണണം, ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി കാണണം, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി കാണണം, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി കാണണം. എല്ലാം ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തൊക്കെ അറിയാം? പ്രോബബിലിറ്റി ഓഫ് എ അറിയാം, പ്രോബബിലിറ്റി ഓഫ് ബി അറിയാം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അറിയാം. ഇതിനെ കണക്ട് ചെയ്യാവുന്ന എ ഇന്റർസെക്ഷൻ ബിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാവുന്ന ഒരു ഫോർമുല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമുലയാണ് ആദ്യം എഴുതുന്നത്. probability of A intersection B equal to probability of A plus probability of B minus probability of A union B equal to probability of A എന്ന് പറയുന്നത് 6/11 plus probability of B എന്ന് പറയുന്നത് 5/11 minus probability of A union B എന്ന് പറയുന്നത് 7/11. ഡിനോമിനേറ്റർ സെയിം ആണ്, ആ ഡിനോമിനേറ്റർ അതുപോലെ നിലനിർത്തി. 6 plus 5 എന്ന് പറഞ്ഞാൽ 11 ആണ്, 11 minus 7 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ A intersection B ന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 4/11 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 4/11 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5/11. 11 ക്യാൻസൽ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് 4/5. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യുവാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു, ഈ പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞ കാര്യമാണ്. പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ബിന്റെ പ്രോബബിലിറ്റിയിൽ നിന്നും അതിന്റെ ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി മൈനസ് ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 5/11 മൈനസ് ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി 4/11 വിച്ച് ഇസ് ഈക്വൽ ടു 1/11. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഫോർമുല ആയി തന്നിട്ടുണ്ട്. എന്തിനു തുല്യമാണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിക്ക് തുല്യമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 7/11 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ 1 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ ചിന്തിക്കാം? 11/11 മൈനസ് 7/11. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 4/11 എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. ഇനി അഞ്ചാമതായിട്ട് നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഫോർമുലയായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. നേരെ അതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 മൈനസ് എ ഇന്റർസെക്ഷൻ ബിന്റെ പ്രോബബിലിറ്റി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, 4/11 ആണ്. 4/11 മുൻപ് ചെയ്ത പോലെ തന്നെ 1നെ 11/11 എന്ന് പറഞ്ഞ് എഴുതാം, മൈനസ് 4/11 വിച്ച് ഇസ് ഈക്വൽ ടു 7/11. അപ്പോൾ എല്ലാ സബ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പമുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മോഡലിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെയുള്ള വ്യത്യസ്തമായ മറ്റു ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയ സെക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സുകളുടെയും ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കുള്ള ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലെയുള്ള ചോദ്യം മാത്രമേ എക്സാമിന് വരികയുള്ളൂ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കുറവാണ്. ഒരു ക്ലാസ് കൂടി നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന് ഉണ്ടായിരിക്കും. ആ ക്ലാസ്സിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് ഇവന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ടും ഒബ്സർവ് ചെയ്യുക. അതിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകൾ വളരെ എളുപ്പമായിരിക്കും.
പെട്ടെന്ന് നിങ്ങൾക്ക് തനിയെ തന്നെ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി പറ്റും. എന്തായാലും എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമേ എക്സാമിനേഷന് ഈ വർഷം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ മുഴുവനായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. നല്ലൊരു മാർക്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.